ചുമമരുന്ന് കഴിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുട്ടികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട് ആസ്ഥാനമായ സ്ഥാപനത്തിലേക്ക് നീളുകയാണ്. കാഞ്ചീപുരത്തെ ഒരു സ്ഥാപനം പുറത്തിറക്കിയ കോൾഡ്രിഫ് എന്ന കഫ് സിറപ്പിൽ അനുവദനീയമായതിലും കൂടുതൽ വിഷാംശമുള്ള രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പരിശോധനയിൽ. എന്തായാലും കേരളം അടക്കം 4 സംസ്ഥാനങ്ങളിൽ ഈ മരുന്ന് നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. വൈശാഖ് ആര്യനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ്, ഈ മരുന്ന് കഴിച്ച കുഞ്ഞുങ്ങൾ മരിച്ചു, പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. അന്വേഷണത്തിൽ വ്യക്തമായത് എന്തൊക്കെയാണ്? ഈ കേരളത്തിലടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തൊക്കെയാണ്? നിമ്മി, ചുമമരുന്ന് കഴിച്ച 12 കുട്ടികൾ ഒരു മാസത്തിനിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും മരിച്ചെന്ന വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത്. ഓരോ ദിവസവും മരണസംഖ്യ ഉയർന്നതും വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിരുന്നു. പിന്നാലെ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുതെന്നും മറ്റു കുട്ടികൾക്ക് മരുന്നുകൾ നൽകുകയാണെങ്കിൽ കർശന ജാഗ്രത വേണമെന്നും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തുന്ന അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് നീളുന്നത്. കാഞ്ചീപുരത്തെ ശ്രേഷൻ ഫാർമ പുറത്തിറക്കിയ കോൾഡ്രിഫ് കഫ് സിറപ്പിൽ ഡൈത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ സാന്നിധ്യം അനുവദനീയമായതിലും അധികമുള്ളതായാണ് FDA നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഉയർന്ന തോതിൽ വിഷാംശമുള്ള രാസവസ്തുവാണ് ഡൈത്തിലീൻ ഗ്ലൈക്കോൾ. എന്നാൽ ഈ മരുന്ന് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുട്ടികൾ മരിച്ച ഇടങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ടോ എന്നതിലടക്കം അന്വേഷണ സംഘം ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നും 6 സംസ്ഥാനങ്ങളിലേക്കായി വിതരണം ചെയ്യുന്ന 19 മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മരണകാരണം വ്യക്തമാകുമെന്നാണ് സർക്കാരിൻ്റെ അടക്കം പ്രതീക്ഷ. എയിംസ്, ICMR എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പോഴും പരിശോധനകൾ തുടരുന്നുണ്ട്. അതേസമയം മുൻകരുതലായി കോൾഡ്രിഫ് മരുന്ന് വിവിധ സംസ്ഥാനങ്ങൾ നിരോധിച്ചു കഴിഞ്ഞു. രാജസ്ഥാനും തമിഴ്നാടും മധ്യപ്രദേശും ഒക്കെയാണ് നിരോധിച്ചത്. രാജസ്ഥാനിൽ ഡ്രഗ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. വിതരണം ചെയ്ത മരുന്നുകളെല്ലാം തന്നെ ഇവിടങ്ങളിലൊക്കെ പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിലൊന്നും ഈ 2 സംസ്ഥാനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്ത മരുന്നുകളൊന്നും തന്നെ വിഷാംശമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. കോൾഡ്രിഫിൽ വിഷാംശം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കേരളത്തിലും ഈ മരുന്ന് നിരോധിച്ചിരിക്കുന്നത്. ഈ കഫ് സിറപ്പ് അപകടമുണ്ടാക്കിയതായിട്ട് കരുതുന്ന SR13 ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടില്ലെന്നാണ് നിഗമനം. ഏതെങ്കിലും ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലുമൊക്കെ ഇപ്പോഴും മരുന്നുണ്ടോ എന്നതടക്കം വ്യാപക പരിശോധനകളിലൂടെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മറ്റ് ബ്രാൻഡുകളുടെ സാമ്പിളുകളും പരിശോധിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. നിമ്മി, ശരി, വൈശാഖാണ് വിവരങ്ങൾ നൽകിയത്.